LDF അധികാരത്തിലിരുന്ന സമയത്ത് UDFകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചൊരു മേഖല ആരോഗ്യ മേഖലയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ആ 10 വർഷവും ആരോഗ്യ മേഖലയെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞതും കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതായത് വീണ ജോർജിനെതിരെയും ശൈലജ ടീച്ചർക്കെതിരെയും ഒക്കെ ഒരുപാട് വിവാദങ്ങൾ പൊക്കിക്കൊണ്ടുവരികയും പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം പുതിയ മന്ത്രിസഭ വന്നു. UDF മന്ത്രിസഭയിൽ മുരളീധരനാണ് ഇപ്പം ആരോഗ്യമന്ത്രി. ഇപ്പോൾ അതേ വേറെ കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതായത് ഇപ്പോൾ ഒരു രോഗിയെ പുഴുവരിച്ച സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്, വലിയ രീതിയിൽ പ്രശ്നങ്ങളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എന്താണ് പറയാനുള്ളത്? ഇവിടെ എനിക്ക് തോന്നുന്നു 2024 ശേഷം 2024 വരെ അദ്ദേഹം വലിയ കുഴപ്പമില്ലാതെ പോയി. കാരണം അതുവരെ അദ്ദേഹത്തിന് മുരളീധരന് MP സ്ഥാനം ഉണ്ടായിരുന്നു. 2024 സ്വന്തം പാർട്ടിക്കാർ പാലം വലിച്ച് അദ്ദേഹത്തിന് MP സ്ഥാനം നഷ്ടപ്പെടുകയും പിന്നീട് ഒന്നുമില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നൊക്കെ വീരവാദമൊക്കെ മുഴക്കി നിന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം അദ്ദേഹം കൂടുതൽ സമയം കണ്ടെത്തി നമ്മുടെ കേരളത്തിലുള്ള രണ്ട് വനിതകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആര്യ രാജേന്ദ്രൻ, നമ്മുടെ തിരുവനന്തപുരം മേയറായിട്ടിരുന്ന ആര്യ രാജേന്ദ്രൻ, അതോടൊപ്പം വീണ ജോർജ്. ഈ രണ്ടുപേരെയും വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു പൊതു രീതി അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അത്തരം രീതിയിലൂടെ, അതായത് ഈ വനിതകൾ മന്ത്രിയാവുന്നത് എന്തോ പ്രശ്നമാണ് എന്നുള്ള നിലയിലാണ് അവരൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അത് മാറിയിട്ട് അദ്ദേഹം ഒരു വകുപ്പിൻ്റെ ചുമതലയിലേക്ക് എത്തുന്നു. അദ്ദേഹം വീണ ജോർജ് വകുപ്പിൽ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നറിയാം. നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളിൽ നമ്മൾ ആകെയുള്ളത്, ഈ 14 ജില്ലകൾ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു 14 സർക്കാർ മെഡിക്കൽ കോളേജുകളുണ്ട്. 14 സർക്കാർ മെഡിക്കൽ കോളേജുകളുണ്ട്. ഇതിനപ്പുറത്ത് ഏകദേശം 22 മുകളിൽ വരുന്ന ഒരു സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ കോളേജുകളും നമ്മുടെ കേരളത്തിന് സ്വന്തമായിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റ് ഹോസ്പിറ്റലുകൾ, സ്വകാര്യ ഹോസ്പിറ്റലുകൾ കുറേയധികം നമ്മുടെ കേരളത്തിലുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു സർക്കാർ ആശുപത്രികളേക്കാൾ കൂടുതൽ ഈ പറയുന്ന പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളുണ്ട്, മെഡിക്കൽ കോളേജുകൾ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞാൽ. അപ്പോൾ എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ സ്വകാര്യ ആശുപത്രികൾക്ക് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പം എന്തുകൊണ്ടാണ് വീണ ജോർജിനെ എല്ലാവരും കുറ്റം പറഞ്ഞത്? ആരോഗ്യ മേഖലയിലെ സൗകര്യക്കുറവുകളാണോ, മരുന്ന് ലഭ്യതയുടെ പ്രശ്നമുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ആരോഗ്യ മേഖല ഏതെങ്കിലും കെടുകാര്യസ്ഥതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ, ഇതുമല്ലായിരുന്നു. എന്നാൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കേരളത്തിൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ സൗകര്യം കൊണ്ടുവന്നു. കാത്ത് ലാബ് പിന്നെ ഹൃദയ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കാത്ത് ലാബ് സൗകര്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്ര വിപുലമായ രീതിയിലുള്ളത്. ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ സൗകര്യമുണ്ട്. കേരളത്തിലെ പിന്നെ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് സെൻ്ററുകളുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? കഴിഞ്ഞ 5 വർഷം അല്ലെ 10 വർഷം കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ വികസന നയത്തിൻ്റെ ഭാഗമായി ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റം തന്നെയാണ്. ഇക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ ഒരു സംഘടിതമായ ഒരു ആക്രമണം ഈ പറയുന്ന വീണ ജോർജിനെതിരായും ഇവിടുത്തെ പൊതു ആരോഗ്യ മേഖലയ്ക്കെതിരായിട്ടും ഉണ്ടായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു 100 മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. 100 എണ്ണം ഉണ്ടാകുന്നുണ്ട്. ഈ 100 മെഡിക്കൽ നെഗ്ലിജൻസ് കേസിൽ ഭൂരിഭാഗവും വരുന്നത് സ്വകാര്യ മേഖലകളിലാണ്. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജുകൾ, ആശുപത്രികൾ തുടങ്ങിയവയിൽ ഒരു 7 ആണ് കൗണ്ട് വരുന്നതെങ്കിൽ ബാക്കി വരുന്ന 100 എണ്ണം എടുക്കുന്നതിനകത്ത് 7 എണ്ണം ആയിരിക്കും സർക്കാർ മെഡിക്കൽ കോളേജുകളിലോ സർക്കാർ ആശുപത്രികളോ. ബാക്കി 93 എണ്ണവും സ്വകാര്യ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മരണം, അതോടൊപ്പം തന്നെ കൈപ്പിഴ, അനാസ്ഥ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 93 എണ്ണം സ്വകാര്യ മേഖലയിൽ നിന്നാണ്. പക്ഷേ ഇവിടെ ബൂസ്റ്റപ്പ് ചെയ്യപ്പെടുന്ന ഏതാ? സ്വകാര്യ മേഖലയിൽ പലപ്പോഴും നമുക്കറിയാം, മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിംഗ് രീതി അനുസരിച്ചിട്ട് ഒരു ജില്ലയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രി ഇതുവരെയായി ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാധ്യമം, ദേശീയ മാധ്യമം, ഈ സ്വകാര്യ ആശുപത്രിയുടെ പേര് വെളിയിലിട്ടിട്ടുണ്ടോ? ഈ കേസ് ഒരു മരണവാർത്ത ഉണ്ടാവാന്ന് വെച്ചു. ആ മരണവാർത്ത ഇപ്പോൾ ഒരു പ്രശസ്തനായ ഒരു വ്യക്തി മരണപ്പെടുന്നു. ഈ മരണപ്പെടുന്ന സമയത്തും ഇന്ന ആശുപത്രി എന്ന് പറയില്ല, ഇന്ന സ്ഥലത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. ഇതാണല്ലോ നമ്മുടെ ഒരു മാധ്യമ രീതി, അതാണല്ലോ. അപ്പം സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മെഡിക്കൽ നെഗ്ലിജൻസുകളും പുറം ലോകം അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതേസമയം സർക്കാരിൻ്റെ കാര്യങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നു. ആ മന്ത്രി ഇവിടെ പ്രതിസന്ധിയിലേക്ക് പോകുന്നു, മന്ത്രിയെ കുറ്റം പറയുന്നു. ഒടുവിൽ നമ്മുടെ എന്താ പറയുക, പൊതുജനാരോഗ്യ രംഗം താറുമാറായി കിടക്കുകയാണ്, മന്ത്രി പ്രശ്നമാണ് എന്നുള്ള നിലയിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോഴും ഇപ്പം നോക്കിക്കോളൂ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരാളുടെ കാലിൽ പുഴുവരിക്കുന്നു. ഒരു മനുഷ്യ ശരീരത്തിൽ, ജീവനോടിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ പുഴുവരിക്കുന്ന സാഹചര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് റിപ്പോർട്ടാണ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് പറയുന്ന കെ മുരളീധരൻ ചോദിച്ചിരിക്കുന്നത്? ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു രോഗിയുടെ കാലിലെ മുറിവിനുള്ളിലേക്ക് മരക്കഷ്ണം, അതായത് തടിക്കഷ്ണം വെച്ച് തുന്നി വിട്ടു. എന്താണ്, എവിടെയാണ്, ആരോടാണ് ചോദിച്ചത്? എനിക്ക് തോന്നുന്നു ഒറ്റപ്പാലത്തോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു. പാലക്കാട് ജില്ലയിൽ ഒരു സ്ത്രീയുടെ 70 വയസ്സായ ഒരു സ്ത്രീയുടെ ഞരമ്പ് കട്ട് ചെയ്ത് വിട്ടു സർജറിക്ക് വന്ന്. ഇതിൽ പിന്നെ അവരുടെ കാല് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പൊ ഇത് മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. മനുഷ്യനാണ്. വള്ളത്തോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മരത്തിന്റെ കൈപ്പിഴ ജന്മസിദ്ധം എന്ന് പറയുന്ന പോലെ ഇവിടെ ഇത് പിന്നെ സംഭവം ഇത് കൈമോശം വന്നുപോയി. പക്ഷെ ഇതിനെ എങ്ങനെയായിരിക്കണം ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പനി, നമ്മുടെ കേരളത്തിൽ പനി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് ചെയ്ത പനിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് എവിടെയെങ്കിലും പനി ക്ലിനിക്കുകളായിട്ട് ആരംഭിച്ചിട്ടുണ്ടോ? 3-4 മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കണമെന്ന് പറയുന്നു. ഉള്ള മെഡിക്കൽ കോളേജ് സൗകര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ ഇതുണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് UDF ഒരു പ്രത്യേക താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UDF സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പൊതുജന ആരോഗ്യ രംഗം തകരണം എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത്, കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ആതുരാലയ രംഗവുമായി പുലബന്ധമില്ലാത്ത പിന്നെ വമ്പൻ ടീമുകൾ 12,000 കോടിയിലധികം രൂപ കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞു. അവർ റിയൽ എസ്റ്റേറ്റുകാരാ. അവർക്ക് നമ്മുടെ ആരോഗ്യ മേഖലയോട് യാതൊരു ബന്ധവുമില്ല. എന്തിന് ഇങ്ങനൊരു നിക്ഷേപം നമ്മുടെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയെന്ന് ചോദിച്ചാൽ പച്ചയ്ക്ക് പറയാം, കേരളത്തിന്റെ ഈ പറയുന്ന ആരോഗ്യ മേഖലയെ വിപണനം നടത്താൻ വേണ്ടി മാത്രമാണ്. അല്ലെ, ചാരിറ്റി വർക്ക് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ 25 ലക്ഷം രൂപ, അതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത 25 ലക്ഷം രൂപ മെഡിക്കൽ ഇൻഷുറൻസ്. ആർക്കാ അതിന്റെ പ്രയോജനം കിട്ടുക? സ്വകാര്യ മേഖലയ്ക്കാണ് പ്രയോജനം കിട്ടുക. ഇത് ഇവിടുത്തെ പിന്നെ മേഖലയ്ക്ക് പ്രയോജനമില്ല. ഇൻഷുറൻസ് മേഖലയ്ക്ക് പ്രയോജനം കിട്ടും. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ കോൺഗ്രസ് ഇവിടെ എടുത്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്ന ഫണ്ടിങ് എവിടെ നിന്നാണ്? ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്നാണ് ഫണ്ടിങ് വരുന്നത്. അത് മെഡിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ തുടങ്ങി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആരോഗ്യ മേഖല തകർന്നു കാണേണ്ടത്, ആരോഗ്യ മേഖല ഇല്ലാതാകേണ്ടത് പൂർണ്ണമായും ഇവരുടെ ലക്ഷ്യമാണ്. അതായത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. കാര്യം അവരുടെ ബിസിനസ് നടക്കണം, അവരുടെ ഫണ്ടിങ് കൃത്യമായി ഓടണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നൊരു വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോഗ്യ മേഖല വമ്പനായ രീതിയിൽ കൂപ്പുകുത്താൻ പോവാം, തകരാൻ പോവാണ്, തകരുന്നൊരു അവസ്ഥയിലേക്ക് പോവും. ഇതിന് ഇപ്പോഴെങ്കിലും ഒരു കടിഞ്ഞാണിടാൻ കഴിയണം. ഇവിടെ ഇപ്പോൾ പറഞ്ഞില്ല OP ടിക്കറ്റ്, ഈ OP ടിക്കറ്റിംഗ് സംവിധാനമൊക്കെ നേരത്തെ കൊണ്ടുവന്ന, ഓൺലൈനായിട്ട് സംവിധാനമൊക്കെ നേരത്തെ വീണ ജോർജ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന, ഇപ്പോഴാണ് അതെല്ലാം എടുത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. പക്ഷെ ആ സംവിധാനം ഇവിടെ ഉണ്ട്. ഇപ്പൊ മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യം, ഇവിടെ ലൈഫ് സേവർ എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മുടെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി. അവിടെ പിന്നെ ഈ പറയുന്ന രോഗികൾക്ക് 5 ദിവസത്തേക്ക് അവർക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഏതൊരു തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ പോലും അതിന്റെ പണം മുടക്കുന്ന സംസ്ഥാന സർക്കാരാണ്. ഈ പദ്ധതി നമ്മുടെ കേരളത്തിലുണ്ട്. ഇതൊക്കെ പലരും നമ്മൾ അറിയാതെ പോകുന്ന സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുകയാണ്. ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പക്ഷേ വിദ്യക്ക് പോലും അത് എനിക്ക് അറിയാവുന്ന തോന്നുന്നില്ല, ഈ ലൈഫ് സേവർ എന്ന് പറയുന്ന സാധനം. എന്തുകൊണ്ടാണ് ഇത് വേണ്ടത്ര പബ്ലിസിറ്റി കൊടുക്കേണ്ടത്? ആരാ ഇവിടെ വേണ്ടത്ര പബ്ലിസിറ്റി കൊടുക്കേണ്ടത്? ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഒന്നുകിൽ മാധ്യമങ്ങളുടെ പ്രധാന ജോലിയാണ്. പക്ഷെ അത് അവിടെ പരാജയപ്പെടുന്നു. അതേസമയം ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായാൽ, ഇപ്പം ഹർഷീനയുടെ വയറിൽ കത്രിയെ കുടുങ്ങി, അത് വാസ്തവമാണ്. അതിനെ എന്താക്കി മാറ്റി ഇവിടെ UDF അതിനെ എന്താക്കി മാറ്റി? അതിനെ ഒരു വോട്ട് ഉപകരണമാക്കി മാറ്റി, തെരഞ്ഞെടുപ്പിന്റെ ഉപകരണമാക്കി മാറ്റിയായിരുന്നു ഹർഷീനെ. എന്നിട്ട് ഹർഷീനയ്ക്ക് അവിടെ ജോലി കൊടുത്തു. അപ്പൊ ഇവിടെ സെയിം ഇത് പറ്റിപ്പോയ ഉഷ ജോസഫ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ട്. എന്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്നില്ല? അവർക്ക് 51 വയസ്സോളമായി. അവർക്ക് ജോലി എടുത്ത് അവർക്കൊരു 5 വർഷമെങ്കിലും അവർക്ക് ജോലി കിട്ടും. അപ്പൊ അത് അവരുടെ കുടുംബത്തോട് എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല? ഇവിടെ നമ്മൾ കാണേണ്ടത് ചില പ്രീണന നയങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആണ് ഹർഷീനയോട് കാണിച്ചത്, വേറെ ആരോടും കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഈ
തിരുവനന്തപുരം കാലിൽ മരുന്ന് ഇത് കെട്ടിയേ, പുള്ളിക്കാരൻ എന്താ കൊടുക്കാതെ? അപ്പൊ കേരളത്തിൽ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ആകെപ്പാടുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ ഹർഷീനയുടെ കേസ് മാത്രമേ ഉള്ളൂ. ഹർഷീനയുടെ കേസ് മാത്രമല്ല, കേസുകൾ നിരവധി വന്നിട്ടുണ്ട്. പക്ഷെ ഹർഷീന സെലക്റ്റീവ് ആയി പോയി, അവിടെയാണ് പ്രശ്നം. അതെന്തെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതാ പറഞ്ഞു, മലബാർ മേഖലയിൽ ഹർഷീനയെ പോലെ ഒരാളെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഹർഷീന ഇറങ്ങി. തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ കോഴിക്കോട് ജില്ലയിലാണ് സംഭവം. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, പിന്നെ ഇങ്ങനെ കിടക്കുകയാണ് അവരുടേതായ ഒരു മേഖല, ഈ ന്യൂനപക്ഷ മേഖല. ഹർഷീന ന്യൂനപക്ഷക്കാരിയാണ്. അപ്പൊ ഈ ന്യൂനപക്ഷ മേഖലയിൽ നിന്നുകൊണ്ട് ന്യൂനപക്ഷ വോട്ടിന്റെ ഏകീകരണത്തിന് ഇതിനെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഹർഷീനയ്ക്ക് അവിടെ ജോലി കൊടുക്കുകയും ചെയ്തു. അല്ലാതെ മെഡിക്കൽ നെഗ്ലിജൻസി മരണപ്പെട്ടു പോയവരുടെ കുടുംബങ്ങൾക്ക് കൊടുത്തൂടെ? അതുപോലും ചെയ്തില്ലല്ലോ. ഇവിടെ ബിന്ദു, നമുക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് തകർന്നുകൊണ്ട് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിക്കുന്നു. അവർക്ക് ജോലി കൊടുത്തു, സംസ്ഥാന സർക്കാർ കൊടുത്തു. അത് എന്തുകൊണ്ടാണ്? അവിടെ പൊളിക്കാൻ നിർത്തിയിരുന്ന ബിൽഡിംഗ് അത് പൊളിഞ്ഞു വീഴുകയായിരുന്നു ചെയ്ത്. അത് പൊളിഞ്ഞു വീണ്ടാണ് മരണപ്പെട്ടത്. അപ്പൊ അവരുടെ മകനെ മറ്റോ ജോലി സംസ്ഥാന സർക്കാർ കൊടുത്തു. അത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൊടുത്തതല്ല. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചോ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇയാളെ വിളിച്ചിറക്കാൻ വേണ്ടിയൊന്നും അല്ല കൊടുത്തത്. ഇവിടെയാണ് ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹർഷീന പിന്നെ മലബാർ മേഖലയിൽ UDF വിജയിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു, ഹർഷീനയ്ക്ക് ജോലി കൊടുക്കുന്നു. ഇത് പ്രീണന നയം എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്നുകൊണ്ട് ഈ ഗ്രൗണ്ടിന് വെളിയിൽ ഇരുന്നുകൊണ്ട് വിസിലടിക്കുന്ന പോലെ എളുപ്പമല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുക എന്ന് പറഞ്ഞാൽ. അവിടെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ മഴക്കാലം വരുന്നു, മഴക്കാലത്തോട് അനുബന്ധിച്ച് ഇനി രോഗങ്ങളിലേക്ക് പോകുന്നു, സാംക്രമിക രോഗങ്ങൾ എത്തുന്നു. ഇങ്ങനെ ഓരോ ഘടകങ്ങളിലേക്ക് വരുമ്പോൾ ഇതിനെയൊക്കെ ഒരു എന്തൊക്കെ മെഷേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ എലിപ്പനി എന്ന് പറഞ്ഞാൽ ഏകദേശം 60% ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ. വെള്ളക്കെട്ട് വരാൻ പോവുകയാണ്. അപ്പം ആൾക്കാരിലേക്ക് എലിപ്പനി പടരാനുള്ള സാധ്യതയുണ്ട്. കൊതുകിന്റെ ശല്യം തുടങ്ങുക, ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ തുടങ്ങിയ ഇതിലേക്ക് നമ്മൾ വഴിമാറി പോകാൻ പോവുക. പിന്നെ ഒന്നും ആരംഭിച്ചിട്ടില്ല. പലയിടങ്ങളിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിരുന്ന് വിസിലടിക്കുന്ന പോലെ അല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്.